സ്ത്രീകൾ റേപ്പ് ചെയ്യപ്പെടുമ്പോൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് പുരുഷന്മാർ സ്ത്രീകളെ റേപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്ത്രീകളോട് മോശമായി പെരുമാറുന്നത്? റേപ്പ് ചെയ്യുന്ന പുരുഷന്മാരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണുള്ളത്? നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്. നമസ്കാരം, ഞാൻ സുനിൽ പ്രഭാകരൻ. എത്നിക് ഹെൽത്ത് കോഡിലേക്ക് സ്വാഗതം. ദിവസേന ഇപ്പോൾ TV ഓൺ ചെയ്താലും ഫോൺ നോക്കിയാലും ഒക്കെ സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന വാർത്തകളാണ്, അല്ലേ? സിനിമ മേഖലയിലെ വാർത്തകളൊക്കെ നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഓരോ തവണ കേൾക്കുമ്പോഴും നമ്മൾ കാരണങ്ങൾ അന്വേഷിച്ച് പരിഹാരങ്ങൾ ചർച്ച ചെയ്യുന്നുമുണ്ട്. പെൺകുട്ടികളുടെ വസ്ത്രധാരണം മുതൽ പുരുഷന്മാരെ വളർത്തേണ്ട രീതികൾ വരെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. പക്ഷേ അതിക്രൂര ആക്രമണങ്ങൾ വീണ്ടും ഉണ്ടായിക്കൊണ്ടുമിരിക്കുന്നു. എല്ലാ പുരുഷന്മാരും ഇങ്ങനെയാണോ? അല്ല എന്ന് നമുക്കറിയാം. എന്നാൽ ചിലർ സ്ത്രീകളോട് മോശമായി പെരുമാറാൻ താല്പര്യമുള്ളവരാണ്. അത് എന്തുകൊണ്ടാണ്? നമ്മൾ ആഴത്തിൽ ചിന്തിക്കേണ്ട, ഉത്തരം കണ്ടെത്തേണ്ടതുമായ ഒരു ചോദ്യമാണിത്. എന്തുകൊണ്ടാണ് ആണുങ്ങൾ ലൈംഗിക അതിക്രമണത്തിന് മുതിരുന്നത്? അവരുടെ മനഃശാസ്ത്രം എന്താണ്? തൃശ്ശൂർ ഗവൺമെൻറ് മെൻ്റൽ ഹെൽത്ത് സെൻ്ററിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായ ഡോക്ടർ റഹീമുദ്ദീൻ അത്തരം ഹീനകൃത്യങ്ങൾ ചെയ്യുന്നവരുടെ മനഃശാസ്ത്രം വിശകലനം ചെയ്ത് പഠനം നടത്തിയിട്ടുണ്ട്. ഡോക്ടറുടെ കണ്ടെത്തലുകൾ ഇങ്ങനെയാണ്. അതായത്, എന്തുകൊണ്ടാണ് പുരുഷന്മാർ ലൈംഗിക അതിക്രമണങ്ങളിൽ മുതിരുന്നത്? 1. ശക്തിയും കീഴ്പ്പെടുത്തലും. ഡോക്ടർ പറയുന്നത്, പല ബലാത്സംഗങ്ങൾക്കും പിന്നിൽ ലൈംഗികമായ ആഗ്രഹ പൂർത്തീകരണമല്ല, പകരം തങ്ങളുടെ ശക്തിയാൽ ഇരയെ കീഴ്പ്പെടുത്തുക എന്ന വികൃതമായ ചിന്തയാണ്. തൃപ്തിയില്ലായ്മ, ആത്മാഭിമാനക്കുറവ്, ആധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമം എന്നിവയിൽ നിന്നുള്ളതുമാണ് മറ്റൊരാളെ ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്താനുള്ള തോന്നൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ബലാത്സംഗം എന്നത് ബലം പ്രയോഗിക്കാനും അങ്ങനെ തങ്ങളുടെ ദൗർബല്യങ്ങളെ മറികടക്കാനുമുള്ള ശ്രമവുമാണ്. 2. ലഹരിയുടെ ഉപയോഗം. ലഹരി ഉപയോഗം കാരണം ചില ആളുകൾ ശാരീരികമായ അതിക്രമണങ്ങൾക്ക് മുതിരാറുണ്ട്. ലഹരി ഉപയോഗിക്കുന്നത് അവരുടെ ബോധത്തെ ഇല്ലാതാക്കുകയും ആക്രമണത്തിൽ ഏർപ്പെടാനുള്ള തോന്നൽ അവരിൽ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ആ സമയത്ത് അവർക്ക് സ്വയം നിയന്ത്രിക്കാനുള്ള ശേഷിയും ഇൻഹിബിഷൻ കൺട്രോളും, അതായത് ചിന്തകളെ നിയന്ത്രിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നതിനാൽ തെറ്റാണെന്ന് അറിയാമെങ്കിൽ പോലും ആക്രമണം ചെയ്യാനുള്ള ആവേശം അവരിലുണ്ടാകും. ബലാത്കാരമായി ഒരാളെ കീഴ്പ്പെടുത്തുന്നതിന് വേണ്ടിയും ചില ആളുകൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിലെല്ലാം ലഹരി ഇത്തരം അതിക്രമണങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതാണ്. 3. കുട്ടിക്കാലത്തെ ട്രോമ അല്ലെങ്കിൽ പീഡനം. കുട്ടിക്കാലത്ത് ഏതെങ്കിലും തരത്തിലുള്ള ട്രോമയോ പീഡനമോ ഉണ്ടായാൽ അവർ വളരുമ്പോൾ ഇങ്ങനെയുള്ള അതിക്രമണങ്ങൾ ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. മാനസിക പീഡനങ്ങളോ ശാരീരിക പീഡനങ്ങളോ നേരിട്ടിട്ടുള്ള ആളുകൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാറുണ്ട്. 4. മാനസികമായ തകരാറുകൾ. ചില ആളുകൾക്ക് സൈക്കോളജിക്കൽ അഥവാ മാനസികമായ രോഗങ്ങളുടെ തകരാറുകൾ കൊണ്ടോ ഉണ്ടാകാം. ഉദാഹരണത്തിന് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ പോലെയുള്ളവ. അതായത് മറ്റുള്ളവരോട് അനുകമ്പ തോന്നാനുള്ള ഒരാളുടെ കഴിവ് ഇല്ലാതാക്കുന്ന അവസ്ഥയാണിത്. അങ്ങനെ ഉള്ളവരും ഈ ക്രൂരകൃത്യങ്ങൾ ചെയ്യാം. ഇത്തരം നീചമായ ഒരു കൃത്യത്തിന് ആളുകളെ പ്രേരിപ്പിക്കുന്ന പല ഘടകങ്ങളിൽ ചിലത് മാത്രമാണ് ഈ പറഞ്ഞത്. പൊതുവെ ലൈംഗിക തൃഷ്ണയുമായി ബന്ധപ്പെടുത്തിയാണ് ഇത്തരം അതിക്രമണങ്ങൾ കാണുന്നതെങ്കിലും സൈക്കോളജിക്കലായ കാരണങ്ങൾ കൊണ്ടും മാനസികപരമായ തകരാറുകളുടെ പല ട്രോമയും കൂടി ചേരുമ്പോൾ ആളുകൾ ഇത്തരം അക്രമ സ്വഭാവങ്ങളിലേക്ക് എത്തിപ്പെടാം, അല്ലെങ്കിൽ അക്രമ സ്വഭാവങ്ങൾ കാണിക്കാം. അതിനാൽ വളരെ കരുതലോടെ മുന്നോട്ട് പോവുക എന്നതാണ് ഏറ്റവും പ്രധാനം. നോ പറയേണ്ട സമയങ്ങളിൽ നോ പറയാൻ ശീലിക്കുക, പറഞ്ഞ് പഠിക്കുക. അതുപോലെ സ്ത്രീകളോട് നിങ്ങൾക്ക് ദേഷ്യവും വെറുപ്പും അവരെ ആക്രമിക്കാനുള്ള തോന്നലുകളുമൊക്കെ ഉണ്ടാകുന്നു എങ്കിൽ നിങ്ങൾ ഒരു മനഃശാസ്ത്ര വിദഗ്ധൻ്റെ ഉപദേശമോ ഒരു കൗൺസിലിങ്ങോ ഒക്കെ ചെയ്യേണ്ടതാണ്. ഓർക്കുക, സ്ത്രീയുടെ അനുവാദമില്ലാതെ അവളെ തൊടുന്നത് പോലും കുറ്റകൃത്യമാണ്. നിങ്ങൾ കാണുന്നത് ഒരു ഇരയെയാണെങ്കിൽ അവൾ ഒരു മകളും അമ്മയും ഭാര്യയും ഒക്കെ ആയിരിക്കാം. അവരെ അങ്ങനെയും കൂടി കാണാൻ സാധിക്കണം. നന്ദി, നമസ്കാരം. ഞാൻ സുനിൽ പ്രഭാകരൻ ഫോർ എത്നിക് ഹെൽത്ത് കോഡ്. Ethnic Health Code in Public Interest.